ഹലോ. സൗഹൃദ സംഭാഷണങ്ങൾ തന്നെയാണ് എപ്പോഴും എന്നെ ഹഠാത് ആകർഷിക്കുന്ന ഒരു വിഷയം. എത്ര പറഞ്ഞാലും എത്ര കൂട്ടുകൂടിയാലും ഒന്നും മതിയാവാത്തത് സൗഹൃദങ്ങളാണ്. ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഉച്ഛ്വാസവായു പോലെ പ്രധാനപ്പെട്ട ജീവിതത്തിന് മാറ്റേകുന്ന ഒരനുഭവമാണ്. കാരണം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്വത്വത്തെ പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ കൂട്ടുന്ന ഒരാൾ, ആരുമായിക്കോട്ടെ, അത്രയധികം ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നല്ല സൗഹൃദങ്ങളുണ്ടാകുന്നത്. എനിക്കൊക്കെ അങ്ങനെ ചില അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പം നമുക്ക് അവരോട് ഏത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം, അവരോട് അതിന് അഭിപ്രായങ്ങൾ ചോദിക്കാം, അവരുടെ സഹായം ആവശ്യപ്പെടാം. അത്തരത്തിൽ പ്രതിസന്ധികളിൽ പരിഹാരമായിട്ട് നമുക്ക് ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുടുംബത്തിലെ പരിപാടികൾക്കും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങൾക്കുമൊക്കെ കൂട്ടായി തുണയായിട്ട് നമ്മുടെ കൂടെ കൂട്ടാം. നമ്മുടെ കുടുംബത്തിലെ ആളുകളെപ്പോലെ കണക്കാക്കി മുന്നേറാം. അത്തരത്തിൽ വളരെയധികം വിലപ്പെട്ട ആത്മസൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരൊക്കെ ആത്മാർപ്പണത്തോടെയുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് കേട്ടോ അത് നേടിയെടുക്കുന്നതും. അപ്പോൾ ഒരിക്കൽ നേടിയെടുത്തത് നഷ്ടപ്പെടുത്താതിരിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധയൂന്നേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ നല്ല ഒരു കാരണമാണ് ഒരു നല്ല സുഹൃത്ത്. ഇപ്പം നമുക്ക് എന്തും തുറന്ന് സമ്മതിക്കാൻ പാകത്തിൽ അവർ നമ്മളോടടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ പിന്നീട് നമുക്ക് സംശയലേശമെന്നേ അവരോടെല്ലാം പറയാം. അങ്ങനെയാണെങ്കിലാണ് അതിനെ നല്ല സൗഹൃദമെന്ന് വിളിക്കാനാവുള്ളൂ. പകുതി ഒളിച്ചു വെച്ച്, പകുതി മറച്ചു വെച്ച്, പകുതി കാര്യങ്ങൾ പറഞ്ഞ് പകുതി പറയാതിരുന്ന് അതല്ലല്ലോ സൗഹൃദം. നമ്മുടെ കുടുംബത്തോളം നമ്മൾ മറ്റൊരാളെ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ അതിന് വളരെയധികം മൂല്യമുണ്ടെന്ന് തന്നെ വേണമല്ലോ കണക്കാക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് മറച്ചു വയ്ക്കാനില്ലെങ്കിൽ ഏതുവരെയും അവരെ വിശ്വസിക്കുകയും അവരോട് കാര്യങ്ങൾ പറയുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്താൽ നമുക്ക് തിരിച്ചും സമർപ്പണത്തോടെയുള്ള ആശ്വാസം അവരിൽ നിന്ന് ലഭിക്കും. ഇല്ലേ? നിങ്ങൾ ആലോചിക്കൂ. അത്തരത്തിലുള്ള സൗഹൃദം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നേടിയെടുക്കണം എന്ന ഒരഭിപ്രായം എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞ് അതിൻ്റെ മൂല്യം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഏവർക്കും നമസ്കാരം.